ഹരികൃഷ്ണ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്നു കൃഷ് എന്ന്. എന്നാലും എൻ്റെ മനസ്സിലെ കൃഷ് വർഷങ്ങൾക്ക് മുമ്പ് മാസ് യൂണിവേഴ്സിറ്റിയുടെ കഫേയിൽ കണ്ട അതേ ഹരികൃഷ്ണൻ തന്നെയാണ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിയാതിരുന്നത് തനി നാട്ടിൻ പുറത്തുകാരനായ ഹരി. ഹരി, ഇറങ്ങി വാ, പേടിക്കാതെ, ഞാനല്ലേ വിളിക്കുന്നത്. ഗൃഹാതുരതയുടെ ഓർമ്മകളിൽ നിന്ന് ഉണരാൻ കഴിയാതിരുന്ന എനിക്ക് ഈ പുതിയ രാജ്യവും സംസ്കാരവും വളരെ അരോചകമായി തോന്നിയ നിമിഷങ്ങൾ. എന്റെ ശിവനെ, എന്തോ ഒരു തണുപ്പാ ഇവിടെ. എനിക്ക് ഈ രാജ്യം പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എന്റെ നാടും ആൽത്തറയും അമ്പലവും കൂട്ടുകാരും ഒക്കെ മതിയായിരുന്നു. ഹലോ, where are you from? ഇന്ത്യ. Where in India? കേരള. Where in Kerala? ഞാൻ കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറിലുള്ള രാമവർമ്മയുടെയും ഭാഗവതിയുടെയും മകൻ ഹരികൃഷ്ണൻ. ഞാനിവിടെ മാസി യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കാൻ വന്നതാണ്. യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് നാളുകൾ എനിക്ക് വല്ലാതെ വിരസമായി തോന്നിയപ്പോൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിച്ചതും എനിക്ക് ധൈര്യം പകർന്നു തന്നതും അവളായിരുന്നു, എന്റെ വീണ. എനിക്ക് നിന്നോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. പിന്നെ നിന്നെ എടാ പോടാന്ന് വിളിക്കുന്നോണ്ട് നിനക്ക് വല്ല വിരോധമുണ്ടോ? അത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ എങ്ങനെ എടാ പോടാന്നൊന്നും വിളിക്കാറില്ല. ആഹാ, എന്നാ പിന്നെ നിന്നെ ഞാൻ ഇനി അങ്ങനെ വിളിക്കുന്നുള്ളൂ. എടാ എടാ, ഞാനീ പറയുന്നല്ലോ നീ കേക്കുന്നുണ്ടോ? ഇനി ഞാൻ അല്പം ഓവറാവത് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഹരി, you can't be restricted to yourself by being in a nutshell. ഇത് നിന്റെ കട്ടപ്പനയും പൂഞ്ഞാറും ഒന്നും അല്ല. You must try to accomplish the mission you are interested to. You can't shy away from facts. You must learn to accept change. തികച്ചും ഗ്രാമീണനായ ഹരികൃഷ്ണൻ എന്ന ഞാൻ പോലും അറിയാതെ ഋഷായി മാറുകയായിരുന്നു. അല്ല, മാറ്റിയെടുക്കുകയായിരുന്നു എന്റെ വീണ. ഹലോ അമ്മേ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഓ, ഡോക്ടർ എന്ത് പറയാനാ മോളെ. അമ്മയ്ക്കറിയാം അമ്മ ഇനി ഒത്തിരി നാൾ ജീവിച്ചിരിക്കില്ല എന്ന്. എനിക്കെന്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാ. അമ്മ പോയാൽ എന്റെ മോൾ ഒറ്റയ്ക്കാകില്ലേ? അമ്മേ, ഇനിയൊന്നും പറയണ്ട, മതി അമ്മേ. ആ, നാളെ മോളുടെ ബർത്ത്ഡേ അല്ലേ. അമ്മയ്ക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ. അമ്മ വീട്ടിലിരുന്ന് എന്റെ മോൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മോൾക്ക് നല്ലതേ വരൂ. ഇനി ഞാൻ കുറച്ചു മിനിറ്റ് വിളിക്കാം. അവൻ എൻ്റെ ജീവനാ. പക്ഷെ നാട്ടിൽ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എൻ്റെ അമ്മ. അമ്മയ്ക്ക് തീരെ വയ്യടാ. ഈ സമയത്ത്
ഞാൻ എൻ്റെ അമ്മയെ നോക്കാതിരുന്ന. വിഷമിക്കാതിരാ, എല്ലാം ശരിയാവും. പക്ഷെ അവനെ വിട്ടു പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. എന്താ വീണേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? അതൊന്നും ഇല്ലടാ, ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ. എന്റെ വീണേ, നമുക്കിടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ്? അതല്ലടാ, നാളെ എൻ്റെ ബർത്ത്ഡേയാ. ആഹാ, എല്ലാവരെയും വിളിച്ചാഘോഷിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. നീ വരണം, എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടുവരണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം ഞാൻ അനുഭവിക്കുകയായിരുന്നു. എനിക്കെല്ലാമായി മാറിയ എൻ്റെ വീണ ആദ്യമായി എന്നോടൊരു സമ്മാനം ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുകുമുളക്കുകയായിരുന്നു. അവക്കായി എൻ്റെ ഹൃദയം പറിച്ചു നൽകാൻ ഞാൻ വെമ്പുകയായിരുന്നു. എൻ്റെ ഹൃദയമെടുപ്പുകൾ സൂക്ഷിച്ച ഒരു വാച്ച് സമ്മാനമായി ഞാൻ നൽകിയതും അതിനായിരുന്നു. അവൾക്ക് ആ വാച്ച് സമ്മാനിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ തികച്ചും മറ്റൊരു ലോകത്തായിരുന്നു. പതുക്കെ പതുക്കെ ഞാൻ പോലും അറിയാതെ അവളെ ഞാൻ പ്രണയിച്ചു പോവുകയായിരുന്നു. തിരയൊഴുകി എന്റെ പ്രണയം മഴവിൽ നിറമാ ഈ മൗനം പറയാൻ മറന്നു എന്റെ പ്രണയം വീണനാദമാ ഈ മൗനം തിരകളാ തിരയൊഴുകി എന്റെ പ്രണയം മഴവിൽ നിറമാ ഈ മൗനം പറയാൻ മറന്നു. ആ റോസ്, ഇന്ന് വീണ എവിടെ പോയി? അവൾ ഇത്തിരി തിരക്കില്ല. കോൺട്രാക്ട് കഴിയാതെ വീട് ഒഴിഞ്ഞാൽ കുറെ എമൗണ്ട് അടക്കേണ്ടി വരും ആ പാവത്തിന്. അതുകൊണ്ട് ടെനൻസി എന്റെ പേരിലാക്കിയാലോ എന്ന് ആലോചിക്കുക ഞാൻ. വാട്ട്? അപ്പോ വീണ നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവള് നാളെ നാട്ടിലേക്ക് പോവുക, ഇനി തിരിച്ചു വരില്ല. വീണ, നീ എവിടെ പോകുന്നു? അതെ, നാളെ ഞാൻ പോവാ, ഇനി തിരിച്ചു വരില്ല. വീണ, നീ പോകില്ല. നീ പോയാൽ എനിക്കൊരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല വീണ. ഇല്ല, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. I don't want to leave you, വീണ. I really love you. Stop it. നീ എന്താ എന്നെ കുറിച്ച് കരുതിയേ? ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്നോ? ഈ വീണയെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? താൻ ഈ നാട്ടിൻപുറത്തുകാരനായിരുന്ന നിന്നോടൽപ്പം സ്നേഹത്തോടെ പെരുമാറിയപ്പോഴത്തേക്കും അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അപ്പോഴേക്കും പ്രേമം ഹരികൃഷ്ണൻ കൃഷ്ണായപ്പോ എല്ലാം തികഞ്ഞെന്നാണോ നീ വിചാരിച്ചത്? Get lost. I don't want to see you anymore. നീ എന്നെ ആരുമല്ല. പോ, എവിടെയെങ്കിലും പോ. Let me say, please. വീണ, വീണ, വീണ. വീണ, നിൽക്ക് മോളെ, വീഴും. വീണ, നിൽക്കാനല്ലേ പറഞ്ഞത്? അമ്മയ്ക്ക് അച്ഛനൊരു പുതിയ വാച്ച് വാങ്ങി. ഇന്നും ഓർമ്മയുടെ തീരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു തിരയെ വന്ന് തഴുകുന്ന എൻ്റെ വീണ. ഇല്ല വീണ, നിന്റെ ഓർമ്മ എനിക്ക് മായ്ക്കാനാവില്ല. ഇറങ്ങി വാ, പേടിക്കാതെ, ഞാനല്ലേ വിളിക്കുന്നത്.